ഈ വീഡിയോയിൽ പാഠഭാഗവും പുസ്തകത്തിലെ ചോദ്യോത്തരങ്ങളും കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ പൂർണ്ണ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്താൽ തീർച്ചയായും ഇത് നിങ്ങൾക്ക് പരീക്ഷ എഴുതുവാൻ പ്രയോജനപ്പെടുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് 10ാം ക്ലാസ് തുല്യത ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 1ാമത്തെ യൂണിറ്റിലെ 4ാമത്തെ പാഠമാണ്. കഴിഞ്ഞ 3 പാഠങ്ങൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്തവയായിരുന്നു. എന്നാൽ ഈ 4ാമത്തെ പാഠത്തിൽ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച 3 മഹത് വ്യക്തികളെയാണ് നമ്മൾ കാണുന്നത്. അയ്യപ്പ മസകി, ജോൺ സി ജേക്കബ്, പോൾ കാൽവേർട്ട് എന്നിവരാണവർ. നമുക്ക് ഓരോരുത്തരെയായി നോക്കാം. കർണാടകയിലെ ഗഡക് ജില്ലയിൽ ജനിച്ച അയ്യപ്പ മസകിയെപ്പറ്റി പുസ്തകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. അയ്യപ്പ മസകി. As we worry that the world is running out of water and scientists are looking for water in the moon and Mars, Masagi has a simple yet eye-opening message for us. As we worry, നമ്മൾ വിഷമിക്കുമ്പോൾ, that the world, ഈ ലോകം, is running out of water, വെള്ളമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു എന്ന്. ആൻഡ് സയൻറ്റിസ്റ്റ്സ്, ശാസ്ത്രജ്ഞന്മാർ, ആർ ലുക്കിംഗ് ഫോർ, തിരയുന്നു, അന്വേഷിക്കുന്നു, വാട്ടർ, വെള്ളം, ഇൻ ദ മൂൺ ആൻഡ് മാസ്, മൂണിലും ചന്ദ്രനിലും, ആൻഡ് മാസ്, ചൊവ്വയിലും. മസഗി ഹാസ് എ സിമ്പിൾ, മസഗിക്കുണ്ട് ഒരു സിമ്പിളായ യെറ്റ് ഐ ഓപ്പണിംഗ്, എന്നാൽ കണ്ണു തുറപ്പിക്കുന്ന മെസ്സേജ്, സന്ദേശം, ഫോർ അസ്, നമുക്കായി. നമ്മുടെ ഈ ലോകം വെള്ളമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് നമ്മൾ വിഷമിക്കുമ്പോൾ, നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ വെള്ളത്തിനായി ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ അന്വേഷിക്കുമ്പോൾ, മസഗിക്ക് നമ്മളോട് പറയുവാൻ ഒരു സിമ്പിളായ എന്നാൽ കണ്ണു തുറപ്പിക്കുന്ന മെസ്സേജ് ഉണ്ട്. There is enough water for everybody on this planet, provided we use this precious resource with great care. എന്താണ് ആ സന്ദേശം? There is, ഉണ്ട്, enough water, ആവശ്യത്തിന് വെള്ളം, ഫോർ എവ്രിബഡി, എല്ലാവർക്കും, ഓൺ ദിസ് പ്ലാനറ്റ്, ഈ ഗ്രഹത്തിൽ, നമ്മുടെ ഭൂമിയിൽ, പ്രൊവൈഡഡ്, വി യൂസ്, നമ്മൾ ഉപയോഗിക്കുന്ന പക്ഷം, ദിസ് പ്രഷ്യസ് റിസോഴ്സ്, ഈ അമൂല്യമായ വിഭവത്തെ, വിത്ത് ഗ്രേറ്റ് കെയർ, വളരെ ശ്രദ്ധയോടെ. അപ്പോൾ മസഗിയുടെ മെസ്സേജ് എന്താണ്? ഈ ജലമെന്ന അമൂല്യമായ വിഭവത്തെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ആവശ്യത്തിനുള്ള വെള്ളം ഈ ഭൂമിയിലുണ്ട്. ആൻ എൻജിനീയർ ബൈ പ്രൊഫഷൻ, ഹി ഷോഡ് പീപ്പിൾ ഹൗ ടു റീചാർജ് ബോർവെൽസ്, ലേക്സ് ആൻഡ് പോണ്ട്സ്. ആൻ എൻജിനീയർ ബൈ പ്രൊഫഷൻ, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ എൻജിനീയറിംഗ് ആണ്. അദ്ദേഹം ഒരു എൻജിനീയറാണ്. ഹീ ഷോഡ് പീപ്പിൾ, അങ്ങനെയുള്ള അദ്ദേഹം ഷോഡ്, കാണിച്ചു കൊടുത്തു, പീപ്പിൾ, ആളുകൾക്ക്, ഹൗ ടു റീചാർജ്, എങ്ങനെ റീചാർജ് ചെയ്യാമെന്ന്, റീഫില്ല് ചെയ്യാമെന്ന്, വെള്ളം നിറയ്ക്കാമെന്ന്. എവിടെയാണ്? ബോർവെൽസ്, കുഴൽ കിണറുകളിൽ, ലേക്സ്, തടാകങ്ങളിൽ, ആൻഡ് പോണ്ട്സ്, അതുപോലെ കുളങ്ങളിൽ. ഒരു എൻജിനീയറായ അദ്ദേഹം ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു എങ്ങനെ വറ്റി വരണ്ടുപോയ കുഴൽ കിണറുകളും തടാകങ്ങളും കുളങ്ങളുമൊക്കെ നിറയ്ക്കാമെന്ന്. ഹി ക്രിയേറ്റഡ് എ കമ്മ്യൂണിറ്റി കോൾഡ് വാട്ടർ വാരിയേഴ്സ് ഹു ടുക്ക് സെവറൽ സ്റ്റെപ്സ് ടു കൺസേർവ് വാട്ടർ. ഹി ക്രിയേറ്റഡ്, അദ്ദേഹം സൃഷ്ടിച്ചു, അദ്ദേഹം രൂപീകരിച്ചു, എ കമ്മ്യൂണിറ്റി, എ ഗ്രൂപ്പ്, ഒരു സംഘത്തെ, കോൾഡ്, വിളിക്കുന്ന സംഘത്തെ അല്ലെങ്കിൽ വിളിക്കപ്പെടുന്ന സംഘത്തെ,
എന്താണ് വിളിക്കപ്പെടുന്നത്? വാട്ടർ വാരിയേഴ്സ്, ജലപോരാളികൾ. ജലപോരാളികൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സംഘത്തെ അദ്ദേഹം രൂപീകരിച്ചു. ഹു ടുക്ക് സെവറൽ സ്റ്റെപ്സ്, അവരെന്ത് ചെയ്തു? പല സ്റ്റെപ്പുകളും എടുത്തു, പല നടപടികളും എടുത്തു. ടു കൺസേർവ് വാട്ടർ, ജലസംരക്ഷണത്തിനായി, വെള്ളം സംരക്ഷിക്കുവാൻ. അപ്പോൾ എന്താണ് പറയുന്നത്? അദ്ദേഹം ജലപോരാളികൾ എന്ന ഒരു സംഘത്തെ സൃഷ്ടിച്ചു. അവർ ജലസംരക്ഷണത്തിനായി പല നടപടികളും കൈക്കൊണ്ടു. ദിസ് വിഷണറി ഹൂ ഈസ് നോൺ ഫോർ ഹിസ് ഇൻ്റലിജൻറ്റ് ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ് ഈസ് സംടൈംസ് കോൾഡ് ഇന്ത്യാസ് വാട്ടർ ഡോക്ടർ. ദിസ് വിഷണറി, ഈ ദാർശനികൻ, ഭാവിയിലെ കാര്യങ്ങളും കാണുവാൻ സാധിക്കുന്ന ആളിനെയാണ് വിഷണറി എന്ന് പറയുന്നത്. ധാരാളം ആളുകളുടെ നന്മ കാണുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാൻ കഴിയുന്ന വ്യക്തി, അതാണ് ദാർശനികൻ. ഹൂ ഈസ് നോൺ, അദ്ദേഹം അറിയപ്പെടുന്നു. ഫോർ ഹിസ് ഇൻ്റലിജൻറ്റ് ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ്, അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻ്റായ അതുപോലെ തന്നെ ക്രിയേറ്റീവായ ഐഡിയാസിൻ്റെ പേരിൽ, അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായിട്ടുള്ള അതുപോലെ സർഗാത്മകമായിട്ടുള്ള ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ലാത്ത തരത്തിലുള്ള, അതായത് പുതിയ തരത്തിലുള്ള ഐഡിയാസിൻ്റെ പേരിൽ, ആശയങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ഈ ദാർശനികൻ ഈ സംടൈംസ്, ചിലപ്പോഴൊക്കെ, കോൾഡ്, വിളിക്കപ്പെടുന്നു. അദ്ദേഹത്തെ വിളിക്കുന്നു. എന്താണ് വിളിക്കുന്നത്? ഇന്ത്യാസ് വാട്ടർ ഡോക്ടർ, ഇന്ത്യയുടെ വാട്ടർ ഡോക്ടർ എന്ന്, ഇന്ത്യയുടെ ജല ഡോക്ടർ എന്നാണ്, അല്ലെങ്കിൽ ജലവൈദ്യൻ എന്നാണ് അദ്ദേഹത്തെ ചിലപ്പോഴൊക്കെ വിളിക്കുന്നത്. അടുത്തതായി കോട്ടയത്തെ നാട്ടകത്ത് ജനിച്ച ജോൺ സി ജേക്കബാണ്. 1936-2008 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം. ജോൺ സി ജേക്കബ്, ഹൂ വാസ് പോപ്പുലർലി നോൺ ആസ് ജോൺ സി, വാസ് one of the pioneers of the environmental movement in Kerala. John C. Jacob, who was popularly known, വളരെയധികം അറിയപ്പെട്ടിരുന്ന വ്യക്തി. എങ്ങനെയാണ്? ആസ് ജോൺ സി, ജോൺ സി എന്ന് എല്ലായിടവും അറിയപ്പെട്ടിരുന്ന ജോൺ സി ജേക്കബ് വാസ് വൺ ഓഫ് ദ പയനിയേഴ്സ്, പയനിയേഴ്സിൽ ഒരാളായിരുന്നു, മുൻനിരക്കാരിൽ ഒരാളായിരുന്നു. ഓഫ് ദി എൻവയൺമെൻ്റൽ മൂവ്മെൻറ്റ്, പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ, ഇൻ കേരള, കേരളത്തിലെ. അപ്പോൾ കേരളത്തിലെ പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മുൻനിരക്കാരിൽ ഒരാളായിരുന്നു ജോൺ സി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ജോൺ സി ജേക്കബ്. എ സുവോളജി ടീച്ചർ ഇൻ കോഴിക്കോട്, ഹി വർക്ക്ഡ് എക്സ്റ്റെൻസീവ്ലി among college students to motivate them to conserve biodiversity. A zoology teacher in കോഴിക്കോട്, കോഴിക്കോട് ഒരു സുവോളജി ടീച്ചറായിരുന്ന അദ്ദേഹം. ഹി വർക്ക്ഡ്, അദ്ദേഹം പ്രവർത്തിച്ചു, എക്സ്റ്റെൻസീവ്ലി, വളരെയധികം, എമംഗ് കോളേജ് സ്റ്റുഡൻസ്, കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ, കോളേജ് കുട്ടികളുടെ ഇടയിൽ. ടു മോട്ടിവേറ്റ് ദം, അവരെ മോട്ടിവേറ്റ് ചെയ്യുവാൻ, അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ. എന്തിനാണ്? ടു കൺസേർവ് ബയോഡൈവേഴ്സിറ്റി, ബയോഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്യുവാൻ. ബയോഡൈവേഴ്സിറ്റി എന്താണ്? ജൈവ വൈവിധ്യമാണ്. പലതരത്തിലുള്ള ജീവജാലങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതിനെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി അഥവാ ജൈവ വൈവിധ്യം എന്ന് പറയുന്നത്. ജൈവ വൈവിധ്യം സംരക്ഷിക്കുവാൻ കോളേജ് കുട്ടികളുടെ ഇടയിലിറങ്ങി പ്രവർത്തിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ പ്രോത്സാഹിപ്പിച്ച ഒരു സുവോളജി ടീച്ചറായിരുന്നു ആര്? ജോൺ സി ജേക്കബ്. ഹി ടോട്ട് ദാറ്റ് ഓൾ കൈൻഡ്സ് ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഷുഡ് ലീവ് ടുഗെദർ. ഹി ടോട്ട്, അദ്ദേഹം പഠിപ്പിച്ചത്, ദാറ്റ്, ഇതായിരുന്നു. എന്താണ്? ഓൾ കൈൻഡ്സ് ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്, ഓൾ കൈൻഡ്സ് ഓഫ്, എല്ലാത്തരം, ആനിമൽസ്, മൃഗങ്ങളും, ആൻഡ് പ്ലാന്റ്സ്, സസ്യങ്ങളും, ഷുഡ് ലീവ്, ജീവിക്കണം. എങ്ങനെയാണ്? ടുഗെദർ, ഒരുമിച്ച്.
അപ്പോൾ ജോൺ സി ജേക്കബ് പഠിപ്പിച്ച കാര്യം എന്താണ്? എല്ലാ തരത്തിലുമുള്ള മൃഗങ്ങളും സസ്യങ്ങളും ഒരുമിച്ച് ജീവിക്കണം. ഓൺലി ദെൻ ക്യാൻ ദേ ഓൾ സർവൈവ്. ഓൺലി ദെൻ എങ്കിൽ മാത്രമേ, ക്യാൻ കഴിയൂ, ദേ ഓൾ അവയ്ക്കെല്ലാം, സർവൈവ് നിലനിൽക്കുവാൻ, അതിജീവിക്കുവാൻ. എങ്കിൽ മാത്രമേ എല്ലാവർക്കും നിലനിൽക്കുവാൻ സാധിക്കൂ. ഹ്യൂമൻ ബീയിങ്സ് cannot be selfish and allow other living things to die out. ഹ്യൂമൻ ബീയിങ്സ് മനുഷ്യർക്ക് cannot കഴിയില്ല, ബി സെൽഫിഷ് സെൽഫിഷ് ആകാൻ, സ്വാർത്ഥരാകാൻ, ആൻഡ് allow എന്നിട്ട് അനുവദിക്കാൻ, അതർ ലിവിങ് തിങ്സ് മറ്റ് ജീവജാലങ്ങൾ, ടു ഡൈ ഔട്ട് മരിച്ചു പോകുന്നത്. മനുഷ്യർക്ക് സ്വാർത്ഥരാകാനും മറ്റ് ജീവജാലങ്ങൾ നശിച്ചു പോകുന്നത് അനുവദിക്കുവാനും സാധിക്കില്ല. എ സെൻസിറ്റീവ് ആൻഡ് ഡിറ്റർമിൻഡ് പേഴ്സൺ, ജോൺ സി fought for protecting the biodiversity of the Western Ghats. എ സെൻസിറ്റീവ്, ഒരു സെൻസിറ്റീവായ, ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രതികരിക്കുന്ന, ആൻഡ് ഡിറ്റർമിൻഡ് നിശ്ചയദാർഢ്യമുള്ള, തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന പേഴ്സൺ, അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു ആര്? ജോൺ സി. അങ്ങനെയുള്ള ജോൺ സി ഫോർട്ട്, അദ്ദേഹം പൊരുതി, ഫോർ പ്രൊട്ടക്റ്റിംഗ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, സംരക്ഷിക്കുന്നതിന് വേണ്ടി. എന്താണ്? ദ ബയോഡൈവേഴ്സിറ്റി ജൈവ വൈവിധ്യം ഓഫ് ദ വെസ്റ്റേൺ ഘട്ട്സ് പശ്ചിമഘട്ട മലനിരകളുടെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി പോരാടിയ വളരെ സെൻസിറ്റീവായിട്ടുള്ള നിശ്ചയദാർഢ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ജോൺ സി. ഹിസ് വാസ് വൺ ഓഫ് ദ മെനി വോയിസസ് we ignored, and we realized this after the heavy landslides in the Ghats in 2018 and 2019. His was അദ്ദേഹത്തിൻ്റേതായിരുന്നു, വൺ ഓഫ് ദ മെനി വോയിസസ് ധാരാളം സ്വരങ്ങളിൽ ഒന്ന്. എങ്ങനെയുള്ള സ്വരങ്ങളാണ്? വി ഇഗ്നേർഡ് നമ്മൾ അവഗണിച്ച സ്വരങ്ങളിൽ ഒന്നായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ആൻഡ് വി റിയലൈസ് നമ്മൾ തിരിച്ചറിയുന്നു, ദിസ് ഇത്, ആഫ്റ്റർ ശേഷം, ദ ഹെവി ലാൻഡ്സ്ലൈഡ്സ് കനത്ത ഉരുൾപൊട്ടലിന് അല്ലെങ്കിൽ മണ്ണിടിച്ചിലിന് ശേഷം, ഇൻ ദ ഘട്ട്സ് എവിടെയാണ്? ഘട്ട്സിൽ, പശ്ചിമഘട്ടത്തിൽ, ഇൻ 2018 ആൻഡ് 2019 2018 2019 നമ്മൾ അവഗണിച്ച പല സ്വരങ്ങളിൽ ഒന്നായിരുന്നു ജോൺ സിയുടേത്. അത് നമ്മൾ തിരിച്ചറിയുന്നു, നമ്മൾ അവരെ അവഗണിച്ചു എന്നുള്ളത്. എപ്പോഴാണ്? 2018 2019 വളരെ നാശം വിതച്ച ഉരുൾപൊട്ടലിന് ശേഷം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജോൺ സി ജേക്കബിനെ പറ്റി പറയുന്നത്. അടുത്തത് പോൾ കാൽവേർട്ട് ആണ്. ഇംഗ്ലീഷുകാരനായ പോൾ കാൽവേർട്ടിനെ പറ്റി എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. പോൾ കാൽവേർട്ട് ഈസ് ആൻ ഇംഗ്ലീഷ്മാൻ ഹൂ സ്പെൻഡ്സ് about 6 months every year near the sea in Thiruvananthapuram city on a Shujitwa mission of his own. Paul Calvert is an Englishman. പോൾ കാൽവേർട്ട് ഒരു ഇംഗ്ലീഷുകാരനാണ്. ഹൂ സ്പെൻസ് അദ്ദേഹം ചെലവഴിക്കുന്നു. എബൌട്ട് 6 months ഏകദേശം 6 മാസത്തോളം. എവ്രി ഇയർ എല്ലാ വർഷവും. നിയർ ദ സീ കടലിനടുത്ത്. എവിടെയാണ്? ഇൻ തിരുവനന്തപുരം സിറ്റി തിരുവനന്തപുരം സിറ്റിയിൽ. ഓൺ എ ശുചിത്വ മിഷൻ ഒരു ശുചിത്വ മിഷൻ്റെ ഭാഗമായി. ഓഫ് ഹിസ് ഓൺ അദ്ദേഹത്തിൻ്റെ സ്വന്തം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, തിരുവനന്തപുരം സിറ്റിയിൽ കടലിനടുത്തായി എല്ലാ വർഷവും ഏകദേശം 6 മാസത്തോളം സ്വന്തമായ ഒരു ശുചിത്വ മിഷനായി പ്രവർത്തിക്കുന്ന ഒരു ഇംഗ്ലീഷുകാരനാണ് പോൾ കാൽവേർട്ട്. ഹീ ഈസ് ആൻ എഞ്ചിനീയർ
who came to Kerala in 1987 as part of a job but has been regularly returning to the state. He is an engineer. അദ്ദേഹം ഒരു എഞ്ചിനീയറാണ്. Who came to Kerala? കേരളത്തിലേക്ക് വന്ന എഞ്ചിനീയർ. In 1987 എന്നാണ് വന്നത്? 1987 as part of a job ഒരു ജോലിയുടെ ഭാഗമായി. But എന്നാൽ has been regularly returning കൃത്യമായി അദ്ദേഹം മടങ്ങി വരുന്നു, തിരിച്ചു വരുന്നു. ടു ദ സ്റ്റേറ്റ് നമ്മുടെ ഈ സംസ്ഥാനത്തിലേക്ക്, കേരളത്തിലേക്ക്. 1987 ഒരു ജോലിയുടെ ഭാഗമായി കേരളത്തിൽ വന്ന ഒരു എഞ്ചിനീയറാണ് പോൾ കാൽവേർട്ട്. എന്നാൽ അതിനുശേഷം അദ്ദേഹം കൃത്യമായി ഇവിടേക്ക് തിരിച്ചു വരുന്നു. ഹി ഹാസ് ബീൻ വർക്കിംഗ് ഓൺ സ്പെഷ്യൽ ടോയ്ലറ്റ്സ് ഫോർ വിമൻ ഇൻ ദ വാട്ടർ-ലോക്ഡ് സീ കോസ്റ്റ്സ്. ഹി ഹാസ് ബീൻ വർക്കിംഗ് അദ്ദേഹം പ്രവർത്തിക്കുന്നു, അദ്ദേഹം പരിശ്രമിക്കുന്നു. ഓൺ സ്പെഷ്യൽ ടോയ്ലറ്റ്സ് സ്പെഷ്യലായിട്ടുള്ള ടോയ്ലറ്റ്സ് ഉണ്ടാക്കുവാൻ, പ്രത്യേകതരം ടോയ്ലറ്റ്സ് ഉണ്ടാക്കുവാൻ. ഫോർ വിമൻ സ്ത്രീകൾക്ക് വേണ്ടി. ഇൻ ദ വാട്ടർ-ലോക്ഡ് സീ കോസ്റ്റ്സ് വാട്ടർ-ലോക്ഡ് ആയിട്ടുള്ള കടൽ തീരത്ത്, നനവുള്ള കടൽ തീരത്ത്, നനഞ്ഞ മണ്ണുള്ള കടൽ തീരത്ത് താമസിക്കുന്ന സ്ത്രീകൾക്കായി പ്രത്യേകതരം ടോയ്ലറ്റ്സ് ഉണ്ടാക്കുവാനായി അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഹെൽപ്പ് ഫോർ ദി ഫിഷർ വിമൻ ഓഫ് ദി ഏരിയ ദോ ദേ ആർ ഓഫൺ ഷൈ ടു അക്സെപ്റ്റ് ദ ന്യൂ ടോയ്ലറ്റ്സ്. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഹെൽപ്പ് അത് വളരെ വലിയൊരു സഹായമാണ്. ഫോർ ദ ഫിഷർ വിമൻ മത്സ്യത്തൊഴിലാളികളായ സ്ത്രീകൾക്ക്. ഓഫ് ദി ഏരിയ ആ ഏരിയയിലെ, ആ പ്രദേശത്തെ. ദോ എങ്കിലും, ദേ ആർ ഓഫൻ ഷൈ അവർ മിക്കപ്പോഴും ഷൈ ആണെങ്കിലും, അവർക്ക് മിക്കപ്പോഴും നാണക്കേടാണെങ്കിലും. ടു അക്സെപ്റ്റ് സ്വീകരിക്കുവാൻ. ദ ന്യൂ ടോയ്ലറ്റ്സ് പുതിയ ടോയ്ലറ്റുകൾ. ഈ പുതിയ ടോയ്ലറ്റുകൾ സ്വീകരിക്കുവാൻ അവർക്ക് പലപ്പോഴും നാണക്കേടാണെങ്കിലും അവിടെയുള്ള സ്ത്രീകൾക്ക് ഇതൊരു വലിയ ഹെൽപ്പ് തന്നെയാണ്, സഹായം തന്നെയാണ്. ഐ മേക്ക് വാട്ട് പീപ്പിൾ നീഡ് ബട്ട് ഡോണ്ട് വോണ്ട്. ജോക്സ് പോൾ. വൈൽ ഫാഷൻ കമ്പനീസ് മേക്ക് വാട്ട് പീപ്പിൾ വോണ്ട് ബട്ട് ഡോണ്ട് നീഡ്. ഐ മേക്ക് ഞാൻ ഉണ്ടാക്കുന്നത്, വാട്ട് പീപ്പിൾ നീഡ് ആളുകൾക്ക് ആവശ്യമുള്ളതാണ്. ബട്ട് എന്നാൽ ഡോണ്ട് വോണ്ട് അവരാഗ്രഹിക്കുന്നതല്ല. ജോക്സ് പോൾ പോൾ തമാശയായി പറയുന്നു. വൈൽ അതേസമയം. ഫാഷൻ കമ്പനീസ് ഫാഷൻ കമ്പനികൾ. മേക്ക് ഉണ്ടാക്കുന്നത്, വാട്ട് പീപ്പിൾ വോണ്ട് ആളുകൾ ആഗ്രഹിക്കുന്നതാണ്. ബട്ട് ഡോണ്ട് നീഡ് അല്ലാതെ അവർക്ക് ആവശ്യമുള്ളതല്ല. എന്താണ് അദ്ദേഹം തമാശയായി പറയുന്നത്? ഞാൻ ഉണ്ടാക്കുന്നത് ആളുകൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്, അല്ലാതെ അവർ ആഗ്രഹിക്കുന്നതല്ല. അതേസമയം ഫാഷൻ കമ്പനികളോ, ഫാഷൻ കമ്പനികൾ ഉണ്ടാക്കുന്നത് ആളുകൾ ആഗ്രഹിക്കുന്നതാണ്, അല്ലാതെ അവർക്ക് ആവശ്യമുള്ളതല്ല. ദീസ് ടോയ്ലറ്റ്സ് സേവ് വാട്ടർ, പ്രൊട്ടക്റ്റ് ഹെൽത്ത് ആൻഡ് എൻവയൺമെൻറ്റ്. ദീസ് ടോയ്ലറ്റ്സ് ഈ ടോയ്ലറ്റുകൾ. സേവ് വാട്ടർ വെള്ളം ലാഭിക്കുന്നു. പ്രൊട്ടക്റ്റ് ഹെൽത്ത് ആരോഗ്യം സംരക്ഷിക്കുന്നു. ആൻഡ് എൻവയൺമെൻറ്റ് പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നു. അപ്പോൾ ഈ ടോയ്ലറ്റുകൾ വെള്ളം ലാഭിക്കുകയും ആരോഗ്യവും പരിസ്ഥിതിയും സംരക്ഷിക്കുകയും ചെയ്യുന്നവയാണ്. പോൾ വർക്ക്സ് ഇൻ ഇംഗ്ലണ്ട് half a year, leads a frugal life and uses the money he has saved for his mission in Kerala. പോൾ വർക്ക്സ് പോൾ ജോലി ചെയ്യുന്നു. ഇൻ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിൽ. ഹാഫ് എ ഇയർ അരക്കൊല്ലം. ലീഡ്സ് എ ഫ്രൂഗൽ ലൈഫ്
അദ്ദേഹം നയിക്കുന്നത്, ലീഡ് ചെയ്യുന്നത് ഒരു ഫ്രൂഗൽ ലൈഫാണ്, ഒരു സിമ്പിൾ ലൈഫാണ്, ലളിത ജീവിതമാണ്. ആൻഡ് യൂസസ് എന്നിട്ട് ഉപയോഗിക്കുന്നു ദ മണി ഹി ഹാസ് സേവ്ഡ്, അദ്ദേഹം സേവ് ചെയ്ത മണി, അദ്ദേഹം സമ്പാദിച്ച പണം, അദ്ദേഹം ലാഭിച്ച പണം, ഫോർ ഹിസ് മിഷൻ, തൻ്റെ മിഷന് വേണ്ടി, തൻ്റെ ശുചിത്വ മിഷന് വേണ്ടി, തൻ്റെ ദൗത്യത്തിന് വേണ്ടി, ഇൻ കേരള, കേരളത്തിലെ. ഇംഗ്ലണ്ടിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം വളരെ ലളിതമായി ജീവിക്കുകയും താൻ ലാഭിക്കുന്ന പണം കേരളത്തിലെ തൻ്റെ ദൗത്യത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഹി ഈസ് ഓൾസോ എ ഗുഡ് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫർ ആൻഡ് ഹാസ് ഡൺ എ ലോട്ട് ഓഫ് സ്റ്റഡീസ് ഓൺ ദ മറൈൻ ലൈഫ് നിയർ തിരുവനന്തപുരം സിറ്റി. ഹി ഈസ് ഓൾസോ, അദ്ദേഹം ഇതുമാണ്, ഏതുമാണ്, എ ഗുഡ്, ഒരു മികച്ച അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫർ, വെള്ളത്തിനടിയിലെ ഫോട്ടോ എടുക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. നല്ല മികച്ച, നല്ല കഴിവുള്ളൊരു ഫോട്ടോഗ്രാഫർ കൂടിയാണ് അദ്ദേഹം. ആൻഡ് ഹാസ് ഡൺ, അദ്ദേഹം നടത്തിയിട്ടുണ്ട്, എ ലോട്ട് ഓഫ് സ്റ്റഡീസ്, ധാരാളം പഠനങ്ങൾ, ഓൺ ദി മറൈൻ ലൈഫ്, കടലിലെ ജീവനെപ്പറ്റി, കടലിലെ ജീവികളെപ്പറ്റി, നിയർ തിരുവനന്തപുരം സിറ്റി, തിരുവനന്തപുരം സിറ്റിക്കടുത്തുള്ള കടലിലെ ജീവികളെ പറ്റിയൊക്കെ ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു മികച്ച അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫർ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ഇത്രയുമാണ് പോൾ കാൽവേർട്ടിനെ പറ്റി പുസ്തകത്തിൽ പറയുന്നത്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമുക്ക് നോക്കാം. ചോദ്യം 1. ഈസ് ദെയർ ഇനഫ് വാട്ടർ ഓൺ എർത്ത് ഫോർ ഓൾ? എല്ലാവർക്കും ആവശ്യത്തിന് വെള്ളം ഭൂമിയിലുണ്ടോ? വാട്ട് ഷുഡ് വി ഡു? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? യെസ്, ഉണ്ട്. ദെയർ ഈസ് ഇനഫ് വാട്ടർ ഓൺ എർത്ത് ഫോർ ഓൾ. എല്ലാവർക്കും ആവശ്യത്തിനുള്ള വെള്ളം ഭൂമിയിലുണ്ട്. വി ഷുഡ് യൂസ്, നമ്മൾ ഉപയോഗിക്കണം, ദിസ് പ്രഷ്യസ് റിസോഴ്സ്, ഈ അമൂല്യമായ റിസോഴ്സ്, വിഭവം, വിത്ത് ഗ്രേറ്റ് കെയർ, വളരെ ശ്രദ്ധയോടെ. ചോദ്യം 2. ഈച്ച് ഓഫ് അസ് ഷുഡ് ബി എ വാട്ടർ വാരിയർ. നമ്മൾ ഓരോരുത്തരും ഒരു ജല പോരാളി ആകണം. വൈ, എന്തിന് അല്ലെങ്കിൽ എന്തുകൊണ്ട്? ഈച്ച് ഓഫ് അസ് ഷുഡ് ബി എ വാട്ടർ വാരിയർ. നമ്മൾ ഓരോരുത്തരും ഒരു ജല പോരാളി ആകണം. ടു കൺസേർവ് വാട്ടർ, എന്തിനാണ്? ജല സംരക്ഷണത്തിനായി. ദെൻ, അങ്ങനെയെങ്കിൽ വി വിൽ ഗെറ്റ്, നമുക്ക് കിട്ടും, ഇനഫ് വാട്ടർ, ആവശ്യത്തിന് ജലം. ചോദ്യം 3. വെയർ ഡസ് ദ വാട്ടർ ഇൻ ബോർവെൽസ് കം ഫ്രം? എവിടെ നിന്നാണ് കുഴൽ കിണറുകളിലെ വെള്ളം വരുന്നത്? ഹൗ ഡു വി റീചാർജ് ദീസ് വെൽസ്? എങ്ങനെയാണ് നമ്മൾ ഈ കിണറുകൾ റീചാർജ് ചെയ്യുന്നത്? ദ വാട്ടർ ഇൻ ബോർവെൽസ്, കുഴൽ കിണറുകളിലെ ജലം, കംസ് ഫ്രം ദി അണ്ടർഗ്രൗണ്ട്, അണ്ടർഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്, ഭൂഗർഭത്തിൽ നിന്നാണ് വരുന്നത്. വി ക്യാൻ റീചാർജ്, നമുക്ക് റീചാർജ് ചെയ്യുവാൻ കഴിയും, ദീസ് വെൽസ്, ഈ കിണറുകളെ, ബൈ റെയിൻ വാട്ടർ കൺസർവേഷൻ, മഴവെള്ള സംരക്ഷണത്തിലൂടെ. ചോദ്യം 4. വാട്ട് ഇമ്പോർട്ടൻറ്റ് ലെസൺ എബൌട്ട് ബയോഡൈവേഴ്സിറ്റി ഡിഡ് ജോൺസി ട്രൈ ടു ടീച്ച്? ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട എന്ത് പ്രധാനപ്പെട്ട പാഠമാണ് ജോൺസി പഠിപ്പിക്കുവാൻ ശ്രമിച്ചത്? ജോൺസി ടോട്ട്, ജോൺസി പഠിപ്പിച്ചു, ദാറ്റ് ഓൾ കൈൻഡ്സ് ഓഫ് ആനിമൽസ്, എല്ലാ തരത്തിലുമുള്ള മൃഗങ്ങളും ആൻഡ് പ്ലാന്റ്സ്, സസ്യങ്ങളും, ഷുഡ് ലീവ് ടുഗെദർ, ഒരുമിച്ച് ജീവിക്കണമെന്ന്. ഒൺലി ദെൻ, എങ്കിൽ മാത്രമേ, ക്യാൻ ദേ ഓൾ സർവൈവ്, അവയ്ക്കെല്ലാം നിലനിൽക്കുവാൻ സാധിക്കൂ. ചോദ്യം 5. വാട്ട് ഹാപ്പൻഡ് ഇൻ അവർ സ്റ്റേറ്റ് വെൻ വി ഇഗ്നോർഡ്
ദ വോയിസസ് ഓഫ് പീപ്പിൾ ലൈക്ക് ജോൺസി. ജോൺസിയെ പോലെയുള്ള ആളുകളുടെ സ്വരം അവഗണിച്ചപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് എന്താണ് സംഭവിച്ചത്? നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതി ദുരന്തങ്ങൾ, ലൈക്ക് ദ ഹെവി ലാൻഡ് സ്ലൈഡ്സ് ഇൻ ദ ഗഡ്സ് ഇൻ 2018 ആൻഡ് 19. 2018-ലും 2019-ലും പശ്ചിമഘട്ടത്തിലുണ്ടായ കനത്ത ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഒക്കേർഡ് സംഭവിച്ചു ഇൻ അവർ സ്റ്റേറ്റ്, നമ്മുടെ സംസ്ഥാനത്ത്. 2018-ലും 2019-ലും പശ്ചിമഘട്ടത്തിലുണ്ടായ കനത്ത ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് സംഭവിച്ചു. ചോദ്യം 6. വാട്ട് ഡു ദ ഫാഷൻ കമ്പനീസ് ഡു? എന്താണ് ഫാഷൻ കമ്പനികൾ ചെയ്യുന്നത്? ഫാഷൻ കമ്പനീസ് മേക്ക്, ഫാഷൻ കമ്പനികൾ ഉണ്ടാക്കുന്നു. വാട്ട് പീപ്പിൾ വാണ്ട്, ആളുകൾ ആഗ്രഹിക്കുന്നത്. ബട്ട് ഡോണ്ട് നീഡ്, എന്നാൽ അവർക്ക് ആവശ്യമുള്ളതല്ല. ഫാഷൻ കമ്പനികൾ ഉണ്ടാക്കുന്നത് ആളുകൾ ആഗ്രഹിക്കുന്നതാണ്, അല്ലാതെ അവർക്ക് ആവശ്യമുള്ളതല്ല. ചോദ്യം 7. ഹൗ ഡസ് പോൾ മേക്ക് മണി ഫോർ ഹിസ് മിഷൻ? തൻ്റെ മിഷന് വേണ്ടി പോൾ പണമുണ്ടാക്കുന്നത് എങ്ങനെയാണ്? പോൾ വർക്ക്സ് ഇൻ ഇംഗ്ലണ്ട്. പോൾ ഇംഗ്ലണ്ടിൽ ജോലി ചെയ്യുന്നു. ഹാഫ് എ ഇയർ, അരക്കൊല്ലം. ലീഡ്സ് എ സിമ്പിൾ ലൈഫ്, വളരെ ലളിതമായ ഒരു ജീവിതം നയിക്കുന്നു. ആൻഡ് സേവ്സ് മണി, അങ്ങനെ പണം ലാഭിക്കുന്നു. ഹി യൂസസ് ദിസ് മണി, അദ്ദേഹം ഈ പണം ഉപയോഗിക്കുന്നു. ഫോർ ഹിസ് മിഷൻ ഇൻ കേരള, കേരളത്തിലെ തൻ്റെ മിഷനു വേണ്ടി. ചോദ്യം 8. റൈറ്റ് 3 വെരി പ്രാക്ടിക്കൽ ഡിസിഷൻസ് we can make in our lives based on what we read about these 3 persons. നമ്മൾ ഈ 3 വ്യക്തികളെപ്പറ്റി വായിച്ചതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ പറ്റുന്ന 3 പ്രാക്ടിക്കലായ തീരുമാനങ്ങൾ എഴുതുക. 1. കൺസേർവ് വാട്ടർ, ജലം സംരക്ഷിക്കുക. 2. പ്രൊട്ടക്റ്റ് നേച്ചർ, പ്രകൃതിയെ സംരക്ഷിക്കുക. ആൻഡ് ഡോണ്ട് ഹാം ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്, മൃഗങ്ങളെയും സസ്യങ്ങളെയും ഉപദ്രവിക്കാതിരിക്കുക. 3. യൂസ് തിങ്സ് ദാറ്റ് വിൽ സാറ്റിസ്ഫൈ അവർ നീഡ്സ്, നമ്മുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന വസ്തുക്കൾ ഉപയോഗിക്കുക. ഇത്രയുമാണ് നമ്മുടെ 4ാമത്തെ പാഠത്തിൽ പറയുന്നത്. ഈ പാഠം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. താങ്ക്